ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ടൈൽസോ മാർബിളോ അതൊന്നും അല്ല ഇട്ടിട്ടുള്ളത്, തറോടാണ് കേട്ടോ. ഓടില്ല, മണ്ണിൻ്റെ അതാണ് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. പക്ഷേ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഈ ആസ്പെറ്റാസിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് കാരണം അത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ചൂട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചനെറ്റ് ഉണ്ടല്ലോ അത് ഇടുകയാണ്. അപ്പോൾ അത് ഇടുന്ന ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക വിചാരിച്ചിട്ട്. വീടിൻ്റെ മുറ്റത്തിൽ മൊത്തത്തിൽ ഇടുന്നുണ്ട് കേട്ടോ പച്ചനെറ്റ്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടിന് നല്ല കുറവുണ്ട് കേട്ടോ. മറ്റേത് ഈ ഷീറ്റ് ഉണ്ടല്ലോ ഇതിങ്ങോട്ട് ചൂടായിട്ട് അതിൻ്റെ ആ ചൂടുണ്ടല്ലോ അതിങ്ങനെ താഴത്തേക്ക് വരും. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലൊന്നും പകൽ ഇരിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ പച്ചനെറ്റ് ഇടുന്നത്. നമ്മുടെ മുറ്റത്ത് മാങ്ങ ഉണ്ടാകുന്ന മരങ്ങളുണ്ട് കേട്ടോ, 2-3 അപ്പോൾ ഒരെണ്ണം നല്ല വലുതാണ്. അതുണ്ടായ കാരണം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ മുറ്റത്തൊക്കെ. അപ്പോൾ ഇപ്പം അടുത്തായിട്ട് അതിമത്തെ 2 വലിയ കൊമ്പ് പൊട്ടിച്ചാടി. അത് കാരണമാണ് ഇപ്പം നമുക്ക് സിറ്റൗട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത ചൂട് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ നെറ്റ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യില്ല എന്ന പോലെ മറക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തേക്കാണ് കേട്ടോ. അത് നമ്മൾ 50 മീറ്റർ നെറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് എന്നിട്ട് ഡബിളാക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മുറ്റത്ത് മൊത്തത്തിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാവുന്നതിലും അധികമാണ് കേട്ടോ ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത്. ആരോട് ചോദിച്ചാലും ചൂടല്ലേ ആ ഒരു സംസാരം മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലെങ്കിലും ചൂട് കുറച്ചിട്ട് നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഒറ്റ നിലയുള്ള വീടാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇതുപോലെ നെറ്റ് കെട്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറേ ചൂടിന് കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചൂടൊക്കെ കുറഞ്ഞിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ചൂടിനെ എങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം അകറ്റി നിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്